അടിക്കറി എല്ലാത്തിനും ഇടിക്കുന്ന അവിടെ പറയുന്നത്. ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പല്ല, നമ്മൾ പ്രോഗ്രാമിന് പോവാണ്. എവിടേക്കാണ് പോകുന്നത്? മുംബൈ. അപ്പോൾ നമ്മൾ ബോംബെയിലേക്ക് പ്രോഗ്രാമിന് പോവാണ്. എവിടെ പെർക്കുഷനുണ്ട്. സിംഗർ എവിടെ? ഡ്രമ്മർ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, കീബോർഡിസ്റ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ എവിടേക്ക് പോവാണ്? ഓ മുംബൈ, ഓ മേരി പ്യാരി മുംബൈ. എടാ നീ പിണങ്ങാതെ. സൗണ്ട് എഞ്ചിനീയർ സുഹൃത്തുക്കളെ, ഇതാണ് സൗണ്ട് എഞ്ചിനീയർ. പരിചയപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ നീ പിണങ്ങാതെ? പരിചയപ്പെടുത്താം. ഒരു ഫുൾ വീഡിയോ. അയ്യേ പിണങ്ങുന്ന എന്തിനാടാ? കൊച്ചു പിള്ളേരതോ അല്ലേ? പിന്നെ എന്തിന്? അപ്പൊ ഞാനോ അപ്പത്തേ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം. നിൻമിഴിയാളും മധുപാത്രത്തിലെ, നിൻമിഴിയാളും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. മണിവളകിളങ്ങണ കയ്യാലെ വിരൽ തൊട്ടി വിളിക്കണതാരാണ്? മണിവളകിളങ്ങണ കയ്യാലെ വിരൽ തൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുഴശ്ശേരി മുഴക്കണതാരാണ്? മുഴുതിങ്കളുദിക്കണ മുകിലോരം മുഴശ്ശേരി മുഴക്കണതാരാണ്? ഓ വിളക്കിന്റെ നാളം പോലെ വെൺപൂവൽ വീശും മാറ്റേറും മഴക്കാട്. ഓ കളിയാടി പാടാൻ നേരമാ. മധുവർണ്ണ പൂവല്ലേ, മധുനീല പൂമോളല്ലേ, മധുവർണ്ണ പൂവല്ലേ, മധുനീല പൂമോളല്ലേ. മധുരപ്പതീനേഴിൽ രംഗി മാറിയും നോളെ, രംഗി മാറിയും നോളെ, രംഗി മാറിയും നോളെ, രംഗി മാറിയും നോളെ. നാണം കൊണ്ടേരോ ആണ്ടേലോണ്ടെ നേരെ കണ്ണില് ചന്ദിരന്റെ പുയലാണ്, കണ്ടപാടെ നാണം കൊണ്ടേരോ. പാലക്കാടനഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ടേ, കാണാതെ മുന്നിട്ടും മിണ്ടാതെ പോയൊരു പെണ്ണാണ്. ഗൈസ് നമ്മളങ്ങനെ കണ്ണൂർ പാസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെവിടെ എത്തി? കണ്ണൂർ കഴിഞ്ഞു. കണ്ണൂർ എങ്ങനെയുണ്ട് യാത്ര? യാത്ര അടിപൊളി, സൂപ്പറാണ്. ചൂടൊന്നും ആശാൻ്റെ ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് ഉച്ചയ്ക്ക് ഇച്ചിരി ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നത്. പിന്നെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. എല്ലാവരും ഓ സമാധി സമാധി സമാധി. മുഖ്യധാരയിലേക്കോ? കാണുന്നില്ല. മാളത്തിൽ നിന്ന് ഉണ്ട്, ജീവനുണ്ട്. ഇവൻ എപ്പോഴും അങ്ങ് തീറ്റയാണല്ലോടാ.
ഞാൻ എപ്പോഴും തീറ്റേ ഉള്ളൂ അവനെ. വിശന്നട്ടാ മുതലാളി, വിശന്നട്ടാ. ആ കേറ്റ് കേറ്റ്. ഒന്നുകൂടെ മേടിക്കേ. കേരളത്തിന്റെ അങ്ങേറ്റം. എല്ലാവരും ഉറങ്ങിയാണ് ഗൈസ്. അഖിലേ ഉറങ്ങിയോടാ? തുരങ്കോ? തുരങ്കം പാടത്തിന് അടുക്കാണോ തുരങ്കം? ഗൈസ് തുരങ്കം വരുമെന്ന് വെച്ച് നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ തുരങ്കം വന്നില്ല ഗൈസ്. എടാ വരുവാടാ തുരങ്കം. തുരങ്കം വന്നില്ല നിന്നെ ഇനി ഉറക്കത്തില്ലല്ലോ. എന്താ 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 തുരങ്കം എവിടെടാ? എവിടെടാ തുരങ്കം? വരുമായിരിക്കും വരുമായിരിക്കും. എല്ലാവരും ഉറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കർണാടകത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. കർണാടകം അവസാനം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിൽ തുറന്നു. മുറ്റത്ത് മുഴുവൻ കർണാടകക്കാർ. നീലിമ കർണാടകക്കാരി, നീലിമയുടെ അച്ഛൻ കർണാടകക്കാരൻ, നീലിമയുടെ അമ്മ കർണാടകക്കാർ, നീലിമയുടെ സഹോദരന്മാരെല്ലാം കർണാടകക്കാർ. അങ്ങനെ നമ്മൾ കർണാടക വഴി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കർണാടകത്തിലെ മേൽപ്പാലം അയ്യവ എവിടെയോ പിടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. എവിടെ പിടിച്ചിട്ടേക്കുന്നത് വല്ല ധാരണ ഉണ്ടോ? പിടിച്ച് ഏതോ ഒരു ഗവർണറോ എന്തോ കർണാടക എവിടെയോ പിടിച്ച് ഇട്ടിരിക്കുകയാണ് ഗൈസ്. ചേട്ടാ ചേട്ടാ തുരങ്കം കിട്ടിയോ? തുരങ്കം കിട്ടിയില്ല. തുരങ്കം വരാനായിട്ട് കാത്തിരിക്കുകയാണ് ഗൈസ്. ആ ട്രെയിനും പിടിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. അങ്ങനെ നേരം പരപരാ വെളുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മളെവിടെയോ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല ഗംഭീര സ്ഥലമല്ലേ? ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട്. കള്ളാസ് ചെടി, പല കളറിലുള്ള കള്ളാസ് ചെടികൾ. ഇത് ഗുഡ്സ് വെക്കുന്ന സ്ഥലമാണ് തോന്നുന്നല്ലേ? സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ ഈ സൈഡിൽ ഗുഡ്സ് സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്നതാണ്. ഇവര് കർഷകരല്ലേ സാർ, അപ്പം അതുകൊണ്ട് അവരുടെ സംഭവങ്ങളൊക്കെ വെക്കുന്നു. നെല്ല് സാധനങ്ങൾ, ചോളം, അമ്മാതിരി സാധനങ്ങൾ ആയിരിക്കും. വീഡിയോ കാണുന്നുണ്ടെന്ന് കമൻറ്റിൽ പറയണേ ഇതെന്ത് സാധനം ഒന്ന്. ട്രെയിനിൽ നിന്ന് കിട്ടിയ നല്ല മാട്ടച്ചായ. വാവ്, ട്രെയിനിലെ ചായ വൈബ്, മോർണിംഗ് വൈബ് ഗൈസ്. രാവിലെ ബെഡാപ്പാവാണ് ഗൈസ്. രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. ബെഡാപ്പാവ് ഹേ, ബെഡാപ്പാവടി. എഞ്ചിനീയർ കണ്ണു വിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ്. ഡ്രമ്മർ ഇവിടെ ഉണ്ട്. ഡ്രമ്മർ അയ്യേ സർക്കാർ. രാവിലെ പല്ലൊക്കെ തെച്ചു. ചാടി അത് കയറിക്കോ, ചാടി കയറിക്കോ. തേക്കാതിരും തിന്നു നോക്കി. അല്ലൂര് പല്ല് തേക്കാണ് ഗൈസ്. പൊള്ളിപ്പോയി. ഓ അത് പറഞ്ഞപ്പോ വേണ്ടേ തിന്നാനെടുത്തവനാ. അത് പറഞ്ഞപ്പം ബ്രഷ് എടുത്തോണ്ട് പോവാ. നീ പല്ല് വെച്ചില്ലല്ലോ, വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പോയി തേച്ചിട്ടോ. അമ്മച്ചി രാവിലെ എഴുന്നേറ്റിരുന്ന് എല്ലാം അടുക്കി പറക്കുകയാണ് ഗൈസ്.
കഴിഞ്ഞു എടുത്തു പാനി 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 നല്ല സുന്ദരമായ സ്ഥലമാണ് കേസ്. പക്ഷെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. പിടിച്ച ഇടപാടാന്നറിയോ, ഒരു ക്ലാപ്പം കൊച്ചനെ ഇവിടെ ഇറങ്ങിപ്പോയി പ്രായമുള്ള പുള്ളിക്കാരെ ഇതിലൊക്കെ കെട്ടിയിട്ടടക്കണം കൊണ്ടുപോകാൻ. ഒരു പ്രായമുള്ള പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയതിന് കാരണം പിടിച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ ഇതിനു വേണ്ടി എന്തെങ്കിലും കാണുന്നുണ്ട്. എന്തോ കാണാന്? കാണാത്തോണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത്. ആളെ കിട്ടിയോ അപ്പുറത്തുണ്ടോ? ഓ, അവൻ പോയില്ലടാ, ഇവനടാ പോടാ, പോയി വിളിച്ചോണ്ട് പോടാ പോടാ അങ്ങോട്ട്. കിട്ടി ആളെ കിട്ടി കേട്ടോ. വിളിക്കാൻ പോയതേ ഉള്ളൂ. കഷ്ടം. അടിക്കേറി എല്ലാത്തിനും ഇടിക്കാന്ന് നമ്മള് പറയുന്നത്. നമ്മള് പിന്നെ യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചാണ് ഗൈസ്. ആകെ എല്ലാവരും അവശരാണ്. അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ച് കഴിച്ചില്ല. പകുതി വരച്ചെന്ന് കഴിയുമ്പോൾ അവിടെ നല്ല പൊതിച്ചോറ് കിട്ടുമെന്ന് പറഞ്ഞു വാങ്ങിച്ച്. ഇന്നലെ ലാഭിഷായിരുന്നു, ഇവിടെ മൊത്തം ഫുഡായിരുന്നു. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം. എത്ര സംസാരിച്ചാലും മതിയാവാത്തൊരു ചെറുക്കൻ. രാവും പകലും ഫോണിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. വീഡിയോ കോൾ. അതിന് പിന്നെ തിന്നാനും കുടിക്കാനൊന്നും വേണ്ട, ചാർജ് മാത്രം മതി. എല്ലിലോളം ചാർജ്. നമ്മൾ പനവേലിലെത്തി. അവിടുന്ന് മലയാളികളുടെ ഫുഡ്, നല്ല ചൂട് ചോറ്, പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. മലയാളിയുടെ അല്ലേ ഗൈസ്? യെസ് നല്ല ചൂട് ചോറ്, മീൻകറി, സാമ്പാർ. നമുക്ക് പൊട്ടിച്ച് നോക്കാം സാധനം. അപ്പോൾ ഗൈസ്, നമ്മൾ പനവേലിൽ നിന്നാണ് നമ്മുടെ നാടൻ ചോറ്, മലയാളി ചേട്ടന്മാർ കൊണ്ടുവന്ന ചോറാണ് ഗൈസ്. ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പാർ, നല്ല നാടൻ സാമ്പാറുണ്ട്. സാമ്പാറേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അച്ചാറായിരിക്കും, അച്ചാറുണ്ട്. അച്ചാർ എന്താ, മോര് കറിയുണ്ട്. ഒരേ കറിയാണ്, മീൻ കറിയാണ്. റൈസ് ഒന്ന് പൊട്ടിച്ച് നോക്കി. എന്ത് റൈസാണെന്ന് നോക്കി. നമ്മളെന്തായാലും 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളങ്ങ് എത്തും. അതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊരു നാടൻ ചോറ്, നല്ല നാടൻ ചോറായിരുന്നു ഗൈസ്. നാടൻ ഫുഡ് കഴിച്ചിട്ട് ഒരു രസമില്ല, കൊള്ളത്തില്ല. നമ്മുടെ അവിടെ വെക്കുന്നതിൻ്റെ അത്രയും കൊള്ളത്തില്ല. നല്ല, നിനക്ക് വീട്ടിൽ വെക്കുന്നത് ഉണ്ടാക്കി തരാം. വീട്ടിൽ വെക്കുന്ന പോലെ കൊള്ളത്തില്ല. അപ്പൊ ഇവിടെ വന്ന് ഇതെങ്കിലും കിട്ടിയത് പോരാ. പ്രായം തമ്മിൽ സ്വർഗം കിട്ടി, സ്വർഗം തമ്മിൽ പ്രേമം കിട്ടി. ചോറ് ഇത് മൊത്തം പന്തളത്തെ ഗംഗ ഇത് മൊത്തം. നല്ല കിടിലോസ്കി സാമ്പാർ. ഇപ്പൊ ഇതന്നെ കിട്ടിയത് ഭാഗ്യം. സത്യം. മീൻകറി ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്, നല്ല അറിയാം. നല്ല മണമുണ്ട് കേട്ടോ. മലയാളികൾ നല്ല ഫുഡ്. ഹലോ ബായ് സാബ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അത്യാവശ്യം നമുക്ക് ഈ സമയത്ത് ഉപകാരപ്പെടും. ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തായാലും പനവേലിലെ ഫുഡാണ്. പനവേലിൽ വരുമ്പോഴത്തേന് ഇറങ്ങിയാൽ മതി. അവിടെ മലയാളി ചേട്ടന്മാർ വന്നിട്ട് ചോദിക്കും, മീനും ചോറും മീൻകറിയും മോരും സാമ്പാറും ഒക്കെ ആയിട്ട് ഫുഡായിട്ട് വരും. ഇവിടെ ഇതുവരെ നീ പൊട്ടിച്ചു കഴിഞ്ഞില്ലയോ? കഴിക്കൂ. വായനത് കുരുവാണോ? ഉറക്കപ്പറ. വസായ്. ഭായി ഓർ ബഹനോ അണ്ണനെയൊക്കെ പരിചയപ്പെടുത്തി. അണ്ണാ ഞങ്ങൾ പോവാ. അപ്പോൾ ശരി എന്നാ. ഓക്കെ മോനെ. ഇത് കൂടുതലല്ലേ, വാ. പാട്ടുകാരനെ ഇല്ലാതെ തന്നെ.
ഓക്കെ ഓക്കെ. വണ്ടി നോക്കി നിൽക്കുകയാണ് ഗൈസ്, ക്ഷീണിച്ച് നിൽക്കുന്ന മനീഷ. എടുത്തു സാരമില്ല, അവിടെ ചെന്ന് പണിയൊന്നും ഇല്ലല്ലോ. വണ്ടി നോക്കി വെയിറ്റിംഗ് ആണ്, വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. ക്ഷീണമൊക്കെ വെള്ളം കുടിക്കുന്ന ആർട്ടിസ്റ്റ്. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടുന്ന് പോകാനുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരു വണ്ടി ഇതാണ്. ഒരു വണ്ടി ഇതോ കിടക്കുന്നു. അനന്തു, നമുക്ക് അതിനകത്ത് കയറാം. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ഞങ്ങളെ കൊണ്ടുപോകുന്ന അണ്ണനാണ്. ഹായ്, സുരേഷ് അണ്ണനാണ് നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോവാം. ഓക്കെ, അങ്ങോട്ട് പോവാം. ഡ്രൈവർ ഓക്കെ. നല്ല കിടിലൻ സ്നാക്സുകളുണ്ട് ഗൈസ്. എന്തൊക്കെയോ സ്നാക്സുകൾ വെച്ചിരിക്കുന്നു. നമുക്ക് ചായയും ഒരു പാവും കഴിക്കാം, എന്തേലും കഴിക്കാം. നമുക്ക് ചായ കുടിക്കാം. ചായ കുഞ്ഞു പോണ്ടേ? ഓ, അത് കുഞ്ഞു പോണ്ടയാ? വടാപ്പാവ് വെച്ചിരിക്കുന്നു. വടാപ്പാവ് അതിനകത്ത് വെക്കണം. പപ്സ് തിന്നുന്ന പോലെ തിന്നാനല്ല, ആദ്യം നമ്മൾ ഉണ്ടാക്കണം, കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടിട്ട് കഴിക്കണം. ചട്നി അല്ല, മുളകില്ല. ആ, മുളക് ചട്നി വന്നിട്ടുണ്ട്. അങ്ങനുണ്ട്. ഫസ്റ്റ് ടൈം ആണോ കഴിക്കുന്നത്? ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകാൻ. ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ആരാ? അതുകൊണ്ടുള്ളൊരു പേടി. പേടിക്കൊന്നും വേണ്ട. എന്തിനാ പേടിക്കുന്നത്? കഴിക്കാൻ പോവാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. ഞാൻ ചുമ്മാറില്ല. ഇവൻ ആദ്യമായിട്ടായിരിക്കും. ഞാനുണ്ട് ചൂട് സാധനമാണ്. ഞാനിവിടെ കഴിച്ച് എങ്ങനെയുണ്ടായില്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളവിടെ കിട്ടുന്ന ഇത്രയും ഒറിജിനൽ സാധനമല്ലേ? ഇല്ലില്ല, കോതമംഗലം. തമാശയാണോ? ഇപ്പൊ പറഞ്ഞ വിട്ടിട്ടുണ്ട് ഞാൻ തമാശ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയത്തില്ല. സാധനം ഉണ്ട്, അടിപൊളി. പിന്നെ അണ്ണന് തന്നെ ഇവിടെ സ്ഥിരമാണ്. മഹാരാഷ്ട്രയുടെ ഫുഡ് നമ്മുടെ പൊറോട്ട ഇറച്ചി പോലെ തന്നെയാണ് ഇതും ഇവിടുത്തെ വടാപ്പാവ്. കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക. നമ്മുടെ ഡ്രൈവറി തന്നെ കഴിക്കുന്നുണ്ട്. വന്നില്ലേ? ഡ്രൈവറി ആയിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നാമിക്കായേ മണ്ടൻ. ആ, എന്തോ പറഞ്ഞു. ഇത് വേണ്ട വേറൊരു മണ്ടൻ. കഴി ഉണ്ടല്ലോ. ചെങ്ങന്നൂർ കിട്ടും. ചെങ്ങന്നൂർ നമ്മളെ അവർ ചെങ്ങന്നൂർ ഇതിനേക്കാൾ ഗംഭീര സാധനം കിട്ടും. പറഞ്ഞാൽ സെയിം സാധനം ചെങ്ങന്നൂർ കിട്ടും. അവിടുന്ന് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ വന്ന് കഴിച്ചപ്പോൾ ഇതേപോലെ സെയിം സാധനം ചെങ്ങന്നൂർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവർ ചെങ്ങന്നൂർ മാറ്റി കഴിക്കും അല്ലേ? അത്രേ ഉള്ളൂ. അവർ വരുന്നു. ഞങ്ങൾ റൂമിലേക്ക് വന്ന് ഗൈസ്. റൂമിലേക്ക് ധാരധാരയായി ഓരോരുത്തരോരോരുത്തർ ഒഴുകി വരികയാണ്.
ചേട്ടന്മാരെയൊക്കെ കുറച്ച് ദൂരെ നിർത്തിയാൽ മതി. ചേട്ടന്മാരെ ഒന്നും കൂടുതൽ അപ്പോൾ എല്ലാവരും വന്ന് നമുക്ക് റൂമെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മുടെ ചേട്ടന്മാരാണ്. ചേട്ടൻ പേര് സുദീപ് ചേട്ടൻ. എൻ്റെ പേര് മോഹൻകുമാർ ചേട്ടൻ. ഇത് പിന്നെ നമ്മൾ പരിചയപ്പെട്ടു. അജയ് ചേട്ടൻ വീടാണ് മാവേലിക്കര. മാവേലിക്കരക്കാരനുണ്ട്. ഞാൻ പത്തനംതിട്ടയില് വെച്ചിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പത്തനംതിട്ട ഞാനും മാവേലിക്കരയില് പുറത്തേക്കാട് ആറ്റാനും മാവേലിക്കര എല്ലാം നമ്മുടെ അടുത്ത ആളുകളാണ്. മാറണം. നിങ്ങളെ കുളിച്ച് ഫ്രഷ് ആവും. ഓക്കെ ഓക്കെ ചായ കുടിച്ചാൽ റൂമിൽ ഓർഡർ ചെയ്തു. രാജേഷ് ഓക്കെ ആർക്കെങ്കിലും ഹിന്ദി അറിയാമോ ഇതിൽ? അറിയാം. ഹിന്ദി അറിയാമോ? നമ്മുടെ റൂം സെറ്റാണ് ഗൈസ്. റൂമെല്ലാം സെറ്റാണ് ഗൈസ്. നമ്മൾ സരോവർ ഹോട്ടൽ സരോവറല്ല ബൈ സരോവറല്ല ബൈ. അപ്പോൾ സരോവറിലാണ് നമ്മൾ. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഓ അല്ല ഹിന്ദിയോ? കറക്റ്റ് ഹിന്ദിയാ. നീങ്ക എങ്ക വന്നിருக்கு ഹിന്ദി. നമ്മുടെ പാട്ടുകാരൻ അച്ഛാ ഹിന്ദി ഹേ. അപ്പോൾ നമ്മൾ സരോവറിലാണ് നമ്മുടെ സ്റ്റേ ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾ വരും. നമ്മൾ വെയിറ്റിങ്ങിലാണ് ഗൈസ്. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളും ഒക്കെയാണ്. ഭയങ്കരമായി പോയി. റൂമിന്റെ വീഡിയോ കാണിക്കാൻ റൂം നമുക്ക് കാണിക്കാത്തൊരു കയറിട്ട് മാരെല്ലാം കൂടെ എന്ത് ചെയ്യും നോക്കുന്നത്? എല്ലാം മാർക്കറ്റ് എന്തോ നോക്ക്. ഇതാണ് ഇതിൻ്റെയൊക്കെ ബിരിയാണി. വാവ് കണ്ണാടി അച്ഛാ കണ്ണാടി ഹേ. ഷാരൂഖ് ഖാനെ പോലുണ്ട്. മനസ്സ് തളർത്തിയാണ്. നമ്മുടെ പൂക്കടയൊക്കെ ഈ ടൈം ആകുമ്പോൾ ഉറങ്ങും. അടച്ചിട്ട് വീട്ടിൽ പോകും. ഇവിടെ നൈറ്റിൽ പാതിരാത്രിയിലാണെങ്കിൽ ഇവിടെ പൂക്കടയുണ്ട് ഗൈസ്. അത് പാതിരാത്രിയിലും പൂ അവർ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക മാലയൊക്കെ അല്ലേ. പാതിരാത്രിയിലും രാവിലെ വർക്ക് നടക്കുന്ന പോലെയാണ്. ഫ്രഷ് പൂ ഇപ്പം ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പം ചെയ്തിട്ട് പോവാം നമുക്ക്. ഇത്രയും പൊടിയൊക്കെ അടിച്ചിട്ടും പുത്തനായിട്ട് ഇടാം. എനിക്കൊന്ന് ഇപ്പം തന്നെ ചെയ്തിട്ടാണെന്നു അല്ലേ. വഴിയോര കാഴ്ചകളാണ് ഗൈസ്. കരിമ്പൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ റോഡ് സൈഡിലിരുന്ന് തുണി തയ്ച്ചു കൊടുക്കുന്നത്. യൂണിഫോമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു അപ്പനും മോളൂടെ. ഗുജറാത്ത് ഫേമസ് സൗത്ത് ഇന്ത്യ ഫേമസ് സാധനമാണ് ദാബേലി. കപ്പലണ്ടി ഉണ്ട്. ഇതിനകത്ത് മിച്ചർ പോലത്തെ ചെറിയ സാധനമുണ്ട്. ഇപ്പം കമൻ്റൊക്കെ വരും. നിനക്കൊക്കെ അറിയാവോ ഇവിടുത്തെ ഫുഡ് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റൊക്കെ വരും. ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ഇപ്പോൾ ബോംബെയിലോട്ട് വന്ന് നമ്മൾ കഴിച്ച് നോക്കുന്നതേ ഉള്ളൂ. സവാള നമ്മുടെ നാട്ടിലൊക്കെ ഇതുള്ള സാധനമൊക്കെ കിട്ടും. കഴിച്ച് നോക്കാം അല്ലേ. എന്നാലും ഇത്ര ടേസ്റ്റ് വരാൻ ഞാനില്ല. കഴിച്ചു നോക്കും. കപ്പലണ്ടി ഉണ്ടല്ലോ അതിനകത്ത്. കൊള്ളാണോ? ഒരു കടി തരും. ഇതിനകത്ത് മധുരവും ഉണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ. നല്ലൊരു സാധനം. നമ്മൾ ഒരുപാട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നില്ല ഗൈസ്. കാരണം ഇങ്ങോട്ട് വന്ന വഴിക്കെല്ലാം നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് വേണ്ടി ഫുഡ് അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് വന്നതായതുകൊണ്ട് നമ്മുടെ റൂമിൽ അവിടെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഓരോ പീസ് വെച്ച് കഴിച്ച് നമുക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. അടിപൊളി സാധനം. കഴിച്ചു നോക്കാം. ക്യാമറമാനും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിന് 15 രൂപയായിരുന്നു ഗൈസ്. നമ്മൾ വാങ്ങിച്ചു കഴിച്ചു. ഇങ്ങനെ അടുത്ത സൈറ്റിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ് ഇഷ്ടം പോലെ. നൈറ്റ് ആയാൽ കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കയ്യാങ്കളിയാണ് ഇവിടെ. അതെടാ. അതെ പ്രശ്നമായാലും പാനിപ്പൂരി ബൈ. പാനിപ്പൂരി ഏക്ക് പാനിപ്പൂരി ഏക്ക്. അതിൻ്റെ ഇങ്ങനെ ധാരമായിട്ട് ഇടുകയാണ് ഗൈസ്. അടി ഓക്കെ. പൊട്ടരുത്. അച്ഛാ ഹേ. അവരിങ്ങനെ ഇടുകയാണ് ഗൈസ്.
സവാളയൊക്കെ അകത്തോട്ട് കയറി. സവാള ഗിരിഗിരി ലൈറ്റിട്ടുണ്ട് ഗൈസ്. പൊട്ടാതെ മിണ്ടാതെ ഉരിയാടാതെ ക്യാമറ കിട്ടുന്നുണ്ടോ? നമുക്ക് കഴിക്കാൻ അടുത്ത ഗൈസ് ഇങ്ങോട്ട് കാണിച്ച്. എങ്ങനെയുണ്ട് ഈ പാനി? വയറിന് അടിപൊളിയാ, സൂപ്പർ സാധനം. എങ്ങനെയുണ്ട്? എരിവ് വേണം. അത് ദഹി വടയോ? ദഹി വട സ്പെഷ്യൽ ഐറ്റം. ദഹി പൂരി ദഹി വട. അപ്പോൾ ദഹി പൂരി നമുക്ക് एक प्लेट छोटा स्मॉल बेबी എടുത്തെടുത്ത് അടുക്കളയിൽ പോകണം. ആട്ടെ കൊച്ചിനെ പറയാൻ നടക്കണ്ട. ക്യാമറമാനടാ നിടി വാങ്ങിച്ചു തരും കേട്ടോ. ക്യാമറമാൻ വിഷയം ഉണ്ടാക്കുവാണ് ഇവിടെ. നല്ല ഇടി നാട്ടിൽ കിട്ടും. ബോംബെന്ന് എനിക്ക് ഇടി വാങ്ങിച്ചു തരും. നമ്മുടെ പാനിപ്പൂരി ഉണ്ടാക്കുന്ന ചേട്ടന് നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ. പാഗോ വ്ളോഗ്സ് വരുമെന്ന് ആണ്. ഇവിടെ എവിടെ സെർച്ച് ചെയ്താലും നമ്മളാ ഫസ്റ്റ്. നല്ല എവിടെ ചേട്ടൻ്റെ പോണ. ഓക്കെ സബ്സ്ക്രൈബ് ഭയ്യ. വന്നിട്ടുണ്ട്. നമ്മുടെ ഐറ്റം വന്നിരിക്കുകയാണ് ഗൈസ്. ആഹാ കഴിച്ചു നോക്കാൻ പോവാണ് ഗൈസ്. പാനിപ്പൂരിയുടെ സെയിം ഒരു ഐറ്റമാണ്, പക്ഷേ അതിനകത്ത് എന്തൊക്കെയോ സ്പെഷ്യലായിട്ടുണ്ട്. കഴിക്കട്ടെ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? മധുരമൊക്കെ ഉള്ള തൈരൊക്കെ ഒഴിച്ച്. ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. മറ്റേത് വേറെ ടേസ്റ്റായിരുന്നു, ഇത് വേറെ ടേസ്റ്റാണ്. ഇത് മധുരമാണ്. ഇത് മധുരമാണ്. കഴിച്ചു നോക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന് കേരളത്തിലെ കൊല്ലത്തെ ഫുഡ് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഞാൻ അതുപോലും ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഫുള്ള് മധുരമാണ്. എടുത്തു സ്രാവ് വരെ എടുക്കുന്ന പോലെ എടുത്തു. നീ ഫുള്ള് കഴിച്ചിട്ട് മാത്രമേ അഭിപ്രായം പറയാവൂ. തുപ്പുകയും ചെയ്യരുത്, ഇടി കിട്ടും. ആദ്യമായിട്ട് കഴിക്കുകയാണ് കേസ്. വേണ്ട ഐറ്റം മധുരം, ഫുൾ മധുരം അല്ലേ? സൂപ്പറല്ലേ? അവനും ഇഷ്ടപ്പെട്ടു. അടുത്ത് ഇത് കൊടുത്തില്ല, കൊതി കിട്ടും. അതുകൊണ്ടാണ് വേണ്ടേ ഐറ്റം വേണ്ടേ? സൂപ്പറല്ലേ? പൊളി സാധനമാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ സാധനം കിട്ടുമെങ്കിലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതിനകത്തൊരു ചെറിയ ഇവരൊക്കെ തന്നെ അവിടെ വന്ന് ഉണ്ടാക്കുന്നതാണെങ്കിലും വ്യത്യാസമുണ്ട് ടേസ്റ്റ്. പൊളി സാധനം. नाम क्या है भाई? केनिस साहिब. नाम क्या है? संजीव गुप्ता. അപ്പോൾ ബൈ ബൈ. കൊടുത്തിട്ട് പാടേ പൈസയൊക്കെ കൊടുത്തു. ഞാൻ ആദ്യം കൊടുത്തു. അവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. ചാറ്റ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓക്കെ ബൈ ബൈ. എല്ലാവരും നമ്മളോട് ഭയങ്കര കാര്യം കേട്ടോ. മഞ്ചൂരി കഴിച്ചു നോക്കി. രണ്ട് സാധനം സോസ് ഒഴിച്ച് കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളതാണ്. ഇതറാവോ സോസിനകത്ത് മുക്ക്. ഓക്കെ കഴി ഞാനുണ്ട്. കൊള്ളാം. സോസ് മുക്കിയാലേ അതിൻ്റെ നമുക്ക് ആ വഴി പോയി അങ്ങോട്ടെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ റൂമിൽ ഫുഡ് കൊണ്ട് വെച്ചേക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് നാളെ നൈറ്റും അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇതിനോട് ഞാൻ ചോദിച്ചോ ഞാൻ ഇവിടെ വിഷമത്തിൽ നിൽക്കുക. പ്രേക്ഷകർക്ക് വേണം, ജനങ്ങൾക്കത് വേണം. പക്ഷേ ഇതിൻ്റെ ഗ്രേവി ഒരു വല്ലാത്ത ടേസ്റ്റല്ലേ? പുളിപ്പും മധുരവും കൂടെ ഇത് വല്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പർ.
അവരവിടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്, അതാ വിഷയം. നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരികയാണ് ഗൈസ്. നമുക്ക് കഴിക്കാനുള്ള ഒരു സാവകാശം ഒന്നും കിട്ടിയില്ല. നമ്മളെന്നാലും ട്രൈ ചെയ്ത സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ട്രൈ ചെയ്ത സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. അല്ല, നമ്മുടെ നാട്ടിലുള്ള ഗ്രേവികൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇവർ തന്നെയൊക്കെ അവിടെ വന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. പക്ഷെ ഇവിടുത്തെ കഴിക്കുന്ന ആരും കളിയാക്കും വേണ്ട, ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ഇവനൊക്കെ ആദ്യമായിട്ട് അത് കാണുന്നത് തന്നെ. അതാ പാനിപ്പൂരി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. മറ്റേ സാധനം മിച്ചർ പോലുള്ള സംഭവം ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല സമയം തരാത്തതുകൊണ്ടല്ലേ. സൂപ്പറാണ് കേസ്. നമ്മളങ്ങനെ തിരിച്ച് കണ്ട റൂമിലെത്തി. നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇനി ഇവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ നാടൻ ഫുഡായിരിക്കും. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാടൻ ഫുഡായിരിക്കും. ഇവിടെ എന്തോ DJ. അപ്പം കഴിച്ച് തന്നെ നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാണാനും പരിചയപ്പെടാനും എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലവറാണ്. പറഞ്ഞു നമ്മുടെ സമാജത്തിൻ്റെ പേരൊക്കെ ഞങ്ങൾ താരാപൂർ മലയാളി സമാജം. ഇത് മഹാരാഷ്ട്രയിൽ ബോയ്സൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഇതാ രജത ജൂബിലി നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അടുത്ത് തന്നെ ജൂബിലി ആഘോഷം ഉണ്ടാകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയത് വളരെ സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഞങ്ങളെ കാണാനായിട്ട് ഇപ്പോൾ രാത്രി തന്നെ വന്നു. അപ്പോൾ നാളെ അടിച്ചു വിളിക്കാം. ഓക്കെ. ഇനി എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. സിൽവർ ജൂബിലിയോ? എല്ലാം എടുത്തിട്ടുണ്ട്. ഗംഭീര ഫുഡാണ് നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, മട്ടൺ ഗൈസ്, മട്ടൺ ബിരിയാണി ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കാണ്. എല്ലാം കാണാൻ വലിച്ചോറുന്നു. ആണോ? എല്ലുകൊണ്ടാണ് ഓടക്കുഴൽ വായിക്കുന്നു. ഇവര് നമുക്ക് ആണ്ടാണ്. ചേട്ടനെന്തോ പറയുന്നത് അവിടെ? ചേട്ടനെന്തോ പറയുന്നത്? ഞാനാണ് പൈസ തരുന്നത്. ഇതാണ് ട്രഷറർ. നാട്ടുകാരുടെ പൈസയാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ കോൺട്രാക്ട്. ഞങ്ങൾ മുംബൈയിലെ മട്ടൻ ബിരിയാണി അല്ലേ? മുംബൈയിലെ മട്ടൻ ബിരിയാണി സ്പെഷ്യലി മട്ടൻ ബിരിയാണിയാണ്. പക്ഷെ നമ്മളവിടുത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ സെയിം ആ സാധനം മുംബൈയിൽ ശബ്ദം കേൾക്കും. എനിക്കും വിശക്കുന്നു, പെട്ടെന്ന് എടുക്കണം. ക്യാമറമാൻ വിശക്കുന്നുണ്ട്. ക്യാമറമാൻ ക്ഷീണമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ നല്ല വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? മട്ടൻ ബിരിയാണി ഗംഭീരം കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ കുറച്ച് തന്നെ. മട്ടൻ ബിരിയാണി നമുക്ക് സൂപ്പറാണ്. കേരളത്തിലെ ഇവിടുത്തെ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. സൂപ്പർ മട്ടൻ ബിരിയാണി. അടിപൊളി ബിരിയാണി. മട്ടൻ ബിരിയാണി കഴിക്കുക, നന്നായിട്ടൊന്ന് ഉറങ്ങുക. യാത്രാക്ഷീണമുണ്ടേ. ജനങ്ങൾക്കത് വേണം. അതുകൊണ്ട് അവരത് ആവശ്യപ്പെടും. തെരുവീതികളിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇവിടെ കുറച്ച് പട്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 തെണ്ടികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇടയ്ക്കൊരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്ക് പോലീസ് ജീപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പോലീസുകാർ പക്ഷേ നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഒരു ഇത് കൊടുത്തില്ല. ഞങ്ങൾ മൈൻഡ് കൊടുത്തില്ല. പിന്നെ ഇവരാണ് ഇവിടുത്തെ ഇവരാണ് നമ്മളെ മൈൻഡ് ചെയ്യുന്ന ആൾക്കാർ. മെയിൻ ആൾക്കാർ ഇവരാണ്. ഇനിയും പരിപാടിയൊന്നുമില്ല. നേരിട്ട് റൂമിലോട്ട് പോകുന്നു. ഒറ്റ ഉറക്കം. അടിച്ച ഫുഡ് ദഹിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞങ്ങൾ നടക്കുന്നത്. അല്ലടാ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ശുഭോർക്കം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, വണക്കം.